അവൻ്റെ ദിവസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം, ലെരിയ, അതിൻ്റെ 27-28 വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, കർത്താവേ എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ്. 2 കുരുടന്മാർ കൊടുക്കുന്ന കാഴ്ചയാണ്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഇത് ചെയ്യുവാൻ, ഹല്ലേലൂയ, എനിക്ക് കഴിയുമെന്ന്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ആ കുരുടന്മാർ പറഞ്ഞു, കർത്താവേ എന്ന്. ഇത് തന്നെയാണ് യേശു നമ്മോടും ചോദിക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ അത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ സഹോദരി സഹോദര എന്ന് ഈ കുരുടന്മാരോട് ചോദിച്ച അതേ ചോദ്യമാണ് നമ്മോടും നിങ്ങളോടും ചോദിക്കുന്നത്. എന്നോട് ചോദിക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു, നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നത്. അല്ലേ? അപ്പൊ ആ കുരുടന്മാർ അന്നേരം പറഞ്ഞു, കർത്താവേ. നമ്മളാണെങ്കിൽ ഒരു അര വരി വിട്ട് പറയും. ചിലപ്പോൾ നടക്കുമായിരിക്കും, ചിലപ്പോൾ നടക്കത്തില്ലായിരിക്കും. ഞാൻ ഈ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പലരുടെ പല കാര്യങ്ങളും ചോദിക്കുന്നവർ പറയുന്നത്, ചിലപ്പോൾ നടക്കും പാസ്റ്റർ, ചിലപ്പോൾ നടക്കത്തില്ല. പക്ഷെ ഇവിടെ കുരുടൻ പറയുന്നത് എന്താ? എനിക്കിത് ചെയ്യുവാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിന്റെ ചോദ്യം, കർത്താവ്, ഒരു മടിയില്ലാതെ വിശ്വാസം പ്രഖ്യാപിക്കുക. കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വരുന്ന പോലെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. മനുഷ്യന് പകൽ പലതും അസാധ്യമാണ്, എന്നാൽ ദൈവത്തിലെല്ലാം സാധ്യമാണെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിനും ഭാഗ്യമൊക്കെ കാണാൻ കഴിയുന്നത്, കർത്താവ് കുരുടന് കാഴ്ച കൊടുക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, ആ കുരുടന്മാരോട് ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചതിന്, ഹല്ലേലൂയ, അവർ മടികൂടാതെ പറഞ്ഞ പോലെ നമുക്കും പറയാൻ കഴിയണം. ലാസർ മരിച്ചപ്പോൾ യേശു മാർത്തയോട്, ഹല്ലേലൂയ, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അല്ലെ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല, നീ വിശ്വസിക്കുമെന്നോ എന്ന് മാർത്തയോടും മറിയോടും, ഹല്ലേലൂയ, സ്തോത്രം, യേശു ചോദിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതിൻ്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ അവിടെ എന്താണ് പറയുന്നത്? സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, അവർ പറഞ്ഞത് എന്താണ്? യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിച്ചിരുന്ന് എന്നെ വിശ്വസിക്കുന്നത് ഒരു നാളും മരണം കാണുകയില്ല. അല്ലേ? അപ്പൊ നമ്മൾ കർത്താവിന്റെ വാക്കുകൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം. പുനരുത്ഥാനം ജീവനുമായിരിക്കും നമ്മുടെ കർത്താവ് നമ്മോട് ഓരോ ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മളെ ആവശ്യങ്ങളെ നാം ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുമ്പോഴേ അത് ദൈവത്തിന് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതാണ് ഹല്ലേലൂയ നമ്മുടെ വിശ്വാസത്തിന്റെ അളവുകോല് എത്രയെന്ന് കർത്താവ് മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് തളർന്ന് ക്ഷീണിച്ച് മാനസികമായി വേദനിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. ഒരു വീടില്ലാതെ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ, മുമ്പോട്ട് പോകാൻ ഇടമില്ലാതെ ഒക്കെ ഭാരപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവോടെ നിങ്ങൾക്കൊരു വീട് ലഭിക്കും, നിങ്ങൾക്കൊരു സ്ഥലം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളത് വിശ്വസിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളൊരു അര വരി വിട്ട എല്ലായിടത്തും പറയുന്നത്. എല്ലാവരും ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ വിശ്വസിക്കുന്നു എന്ന് ഉറപ്പൊരു വാക്കുണ്ടെങ്കിൽ ദൈവം നിശ്ചയമായിട്ട് അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറയാം. ഞാനൊക്കെ ഏതാണ്ട് 25 വർഷത്തോളം ഈ വാടകയ്ക്ക് താമസിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാനെപ്പോഴും കർത്താവിനോട് പറയുന്നത്, കർത്താവ്, എനിക്കൊരു വീടും സ്ഥലവും പ്രാർത്ഥനയ്ക്ക് ആരാധനയ്ക്ക് താമസത്തിന് ലഭ്യമാകണം. അപ്പം കർത്താവ് എന്നോട് ഈ വചനം ചോദിച്ചു, എനിക്കിത് ചെയ്തു തരുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവ. ഞാനും ഈ കുരുടന്മാരെ പോലെ ഞാൻ കർത്താവ് എന്നാണ് പറയുന്നത്. ആത്മീയമായി നമ്മൾ കുരുടന്മാരായി മാറരുത്. ജനിച്ചപ്പോൾ കുരുടന്മാരായിരുന്ന ഇവരുടെ ഉള്ളിൽ ഈ വിശ്വാസം വർദ്ധിച്ചെങ്കിൽ
നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ ആത്മീയ കുരുടന്മാരായി മാറാതെ നമ്മൾ വെളിച്ചമുള്ളവരായി മാറണം. നമ്മുടെ കർത്താവിന് എല്ലാം ചെയ്തു തരുവാൻ കഴിയുമെന്ന് വിശ്വസിക്കണം. എൻ്റെ വിശ്വാസം അങ്ങനെ കേട്ടോ. ഞാനതുകൊണ്ടാണ് ഈ വചനമൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ കാരണം. പ്രൈസലോ. അപ്പൊ നമ്മുടെ കർത്താവ് പുനരുത്ഥാനും ജീവനുമാണെന്ന് മാർത്തിയോടും പറഞ്ഞു. കാരണം ലാസർ മരിച്ച് കല്ലറയിൽ നിദ്ര കൊള്ളുന്ന 4 ദിവസമായി. അവനെ ജീവനോടെ എടുത്ത് ജീവനോടെ പുറത്തു കൊണ്ടുവന്ന് മറിയയ്ക്കും ലാസറിക്കും മറിയയ്ക്കും മാർത്തിക്കും ആ ലാസറിനെ തിരിച്ചു കൊടുക്കാൻ ദൈവത്തിന് കഴിയും. മാർത്തയുടെയും മറിയയുടെ കണ്ണുനീർ വയ്ക്കാൻ കർത്താവിന് കഴിയും. അവരുടെ ഏക സഹോദരൻ ഈ ലാസർ. അവൻ വേർപെട്ട് പോയാൽ അവരിൽ നിന്ന് മരിച്ചു പോയതിൻ്റെതായ ദുഃഖം അവർക്കുണ്ട്. അതിനെ പോലും മടക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന യേശു എന്ന് പറയുന്നത്. ലേറിയ. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കർത്താവ് നിങ്ങളെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസലോ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണാൻ കഴിയുന്നത് ലേറിയ 2 കുരുടന്മാർ. പ്രൈസലോ. അപ്പൊ ഈ സംഭവം മത്തായി മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ലേറിയ കരുണ തോന്നണമേ എന്ന് അവർ നിലവിളിക്കുക. ഞങ്ങളോട് കരുണ തോന്നണമേ. ഒരു നല്ല അനുഭവമല്ലേ? നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ പറയാം കർത്താവി ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് മനസ്സറിയണമേ എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടോ? പക്ഷെ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഈ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം ഇവിടെ പറയുന്ന വീട് പത്രോസിന്റെ വീടാണ്. അത് മത്തായിയുടെ വിശേഷം അല്ലെങ്കിൽ 8-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത്, യേശു പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ അവന്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് അവൻ അവളുടെ കൈ തൊട്ടു. പനി മാറി. പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. കണ്ടോ? അപ്പം പത്രോസിന്റെ വീട്ടിൽ വന്നപ്പോൾ പത്രോസിന്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ട് അവളുടെ കൈക്ക് തൊട്ട് പനി അവളെ വിട്ടുമാറി അവളെ എഴുന്നേറ്റ് ശുശ്രൂഷ ചെയ്ത് അവളുടെ വിശ്വാസം. അപ്പം കർത്താവിന് അത് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇവിടെ പറയുന്ന ഈ കുരുടന്മാരുടെ ബന്ധത്തിൽ ഈ പറയുന്ന വീട് ഈ പത്രോസിന്റെ അമ്മായിമ്മയുടെ വീടാകട്ടോ. രക്തം ചെയ്യാൻ അത് ചരിത്രം ഞാൻ പറയുന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ വചനം കർത്താവ് അല്ലെങ്കിൽ അവരെ തൊട്ടു സൗഖ്യമാക്കുന്നു. അവർ കാണുവാൻ വയ്യാത്തവർ എങ്കിലും യേശുവിനെ കുറിച്ചുള്ള അവരുടെ അറിവ് അത്യന്തം വലുതായിരുന്നു. അല്ലെങ്കിൽ ഈ കുരുടന്മാർക്ക് കാണാൻ കഴിയത്തില്ല, പുറലോകത്തെ ഒന്നും കാണാൻ കഴിയത്തില്ല. പ്രൈസലോ. അവർക്ക് മുമ്പിൽ ഒരുപാട് ജനങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ജനം അവർക്ക് മുമ്പിലുമുണ്ട്. പക്ഷേ ഈ കുരുടന്മാർക്ക് ഒരിക്കലും തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളെ കാണുവാനോ ഈ പ്രകൃതിയെ കാണുവാനോ ദൈവത്തിന്റെ സൃഷ്ടികളെ ഒന്നും കണ്ട് സന്തോഷിപ്പാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അവർക്ക് യേശുവിനെ കുറിച്ചുണ്ടായിരുന്ന ആ വലിയ വിശ്വാസം എത്ര വലുതാണ് ചിന്തിച്ചു നോക്കി. അല്ലെങ്കിൽ ഇവിടെ വളരെ സ്വാഭാവികമായി കാഴ്ച നഷ്ടപ്പെട്ട ആ കുരുടന്മാർ ആഴമായ ഒരു ആത്മീയ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. സ്വാഭാവികമായി കാഴ്ച നഷ്ടപ്പെട്ട പിറവിയാൽ കുരുടനായിരുന്ന ഇവർക്ക് ആത്മീയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. സ്തോത്രം. ഇന്ന് പകരം ഈ വചനം കേൾക്കുന്ന മാതാവേ പിതാവേ, സ്വാഭാവികമായി ഇത് ഇന്നും കുരുട ആയ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. അല്ലേറിയ നിനക്ക് കണ്ണുണ്ടെങ്കിൽ നീ കുരുടയായ അനുഭവമാണ്. പക്ഷെ നിന്റെ ആത്മീയ കണ്ണ് തുറന്നാൽ മാത്രമേ നിനക്ക് യേശുവിനെ കാണാൻ കഴിയുള്ളൂ. ആത്മീയ കണ്ണ് നിന്റെ പ്രകാശിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് മറുപടി തരും. നീ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നോ ആ വിഷയത്തിന്റെ നടുവിൽ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നൊരു വചനം വായിക്കാൻ കാണാൻ കഴിയും. അപ്പൊ ഇവിടെ വചനം പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ദാവീദ് പുത്ര എന്ന് അവർ വിളിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ യേശുവിനെ മശീഹായും രാജാവായും അംഗീകരിക്കുക. അന്ന് ആ നാട്ടിലും ആ വീട്ടിലുമൊക്കെ ഹല്ലേലൂയ യേശു ഉൾപ്രദേശങ്ങളുടെ ഹല്ലേലൂയ വഴിയോരത്ത് ഹല്ലേലൂയ അങ്ങനെ ഒരുപാട് യേശുവിന്റെ ശുശ്രൂഷയാണല്ലോ. അന്ന് ആ കാലഘട്ടത്തിലുള്ള ആ നാട്ടിലുള്ള ജനത്തിന് ഹല്ലേലൂയ യേശു ഒരു മശീഹ ആണെന്നും അവൻ രാജാവാണെന്നുള്ള തിരിച്ചറിവ് കണ്ണ് തുറന്നിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കണ്ണ് കാണാത്ത കുട്ടന്മാർക്ക് മനസ്സിലായി. പ്രൈസ്. നിങ്ങൾ യേശുവിനെ ഒരു മശീഹായിട്ട് കണ്ട് അവൻ രാജാവാണ്, കർത്താവാണെന്ന് നിങ്ങളുടെ ആത്മീയ കണ്ണ് പ്രകാശിച്ചാൽ ഹല്ലേലൂയ നിന്റെ കുടുംബത്തിൽ ഈ അത്ഭുതം നടക്കുമെന്ന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം അതാണല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:5 പറയുന്ന പ്രകാരം മശീഹ വരുമ്പോൾ അവൻ കുരുടന്മാർക്ക് ഹല്ലേലൂയ കാഴ്ച നൽകുമെന്ന് ഈ കാര്യം അവർ ഗ്രഹിച്ചിരുന്നു. മശീഹ വരുമ്പോൾ കുരുടന്മാർക്ക് കാഴ്ച ലഭിക്കുന്നുള്ള കാര്യം പ്രവാചക ശബ്ദം അവരുടെ കാതുകളിലുണ്ട്. പ്രൈസ് ലോർഡ്.
എന്നെ കേൾക്കുന്ന മാതാപിതാ, നിങ്ങളുടെ ഉള്ളിൽ പ്രവാചക ശബ്ദം വീണത് അത് മാഞ്ഞു പോയോ? ആ പ്രവാചക ശക്തി ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ ജനനത്തിന് 700 വർഷങ്ങൾക്കും പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞിരുന്ന പ്രവചന ശബ്ദം ഈ രണ്ട് ഗുരുന്മാരുടെ ഹൃദയത്തിൽ ആഴമായി സ്പർശിച്ച് അവരുടെ ഹൃദയത്തിൽ ആ വചനം കേട്ടുകൊണ്ടിരിക്കുക. മശിഹ വരുമ്പോൾ കുരുടന്മാരുടെ കണ്ണു തുറക്കും എന്നുള്ള ആ വിശ്വാസമാണ് ഇവർ പറഞ്ഞത്. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചപ്പോൾ ആ കുടമാർ കർത്താവ് എന്ന് പറയുവാൻ ഇവർ കേട്ട പ്രവചനം അവരുടെ ഉള്ളിലുണ്ട്. പ്രവചനം ഇന്ന് നിങ്ങൾ കേട്ട പ്രവചന ദൂതും ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ പ്രവചനവുമില്ല, പ്രവചനദൂതുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയാത്തത്, ദൈവിക അത്ഭുതങ്ങളെ, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയാത്തത്. കേട്ട വചനം നിന്റെ ഉള്ളിലില്ല. പ്രവേശനം ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, യേശുക്രിസ്തു ഹല്ലേലൂയ അനവധി ആളുകൾക്ക് സൗഖ്യം കൊടുത്തു. അനവധി ആളുകളെ തൻ്റെ അരികിൽ വന്ന എല്ലാവർക്കും യേശു സൗഖ്യം കൊടുത്തു. യേശുവിൻ്റെ അരികിൽ വന്ന ആരും സൗഖ്യമില്ലാതെ പോയിട്ടില്ല. പ്രൈസ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയിൽ ഒരു സൗഖ്യത്തിന് വേണ്ടി വന്നാൽ ആർക്കും സൗഖ്യം. ഇവിടെ കാണാൻ ഭയങ്കര ലക്ഷക്കണക്കിന് രൂപയൊക്കെ മുടക്കി അത്ഭുത രോഗശാന്തി വീര്യപ്രവർത്തനങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്തെങ്കിലും നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ നടന്നത് വിളിച്ചുകൊണ്ട് ഒരു വലിയ മീറ്റിംഗ് നടത്താൻ അവരെ കൊണ്ട് മുൻപിലൊക്കെ ഇരുന്നിട്ട് ശുശ്രൂഷയ്ക്ക് ഒരു ഓളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന. ഇപ്പൊ സൗഖ്യം പ്രാപിച്ച സൗഖ്യം, ഇതൊക്കെ പലയിടത്തും പല സൗഖ്യം നടന്നത് പലരും കൊണ്ടുപോയി കാണിച്ച് പണം ഉണ്ടാക്കുന്ന ദിവസമുണ്ട്. പക്ഷേ യേശു പണം ഉണ്ടാക്കുന്ന ദിവസമല്ല ചെയ്തത്. ജനത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക ചെയ്തത്. ജനത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവൻ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുക യേശു ചെയ്തത്. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഇപ്രകാരം ചോദിച്ചതിന്റെ രഹസ്യം എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വായി തുറന്ന് ഏറ്റു പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് എനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അല്ലെ, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് കർത്താവ് എന്നവർ പറഞ്ഞു. കാരണം നമ്മുടെ വിശ്വാസം വായി തുറന്ന് പറയണം. ആ കുരുടന്മാരുടെ വിശ്വാസം അവർ അതരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ വായി തുറന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. ഹല്ലേലൂയ. പ്രൈസ്. അവിടുന്ന് വചനം വായിക്കുവാൻ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. പിന്നെ യേശുവിനെ ഹല്ലേലൂയ പിന്നെ യേശു നോക്കുവിൻ, ആരും അറിയരുത് എന്ന് അരുളി ചെയ്തതായി കൽപ്പിച്ചു. ഹല്ലേലൂയ. അവര് പുറപ്പെട്ട് ആ ദേശത്തൊക്കെയും അവന്റെ ശ്രുതിയെ പരത്തി. യേശു പറഞ്ഞു ആരോടും പറയരുത്. പക്ഷെ അവര് പുറപ്പെട്ട് എന്ത് ചെയ്തു? ആ ദേശം മുഴുവൻ പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മശിഹയെ ഞങ്ങൾ കണ്ടു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ആമി മശിഹ വരുമ്പോൾ ഞങ്ങളുടെ കണ്ണു തുറക്കും. ആ വചനം ഞങ്ങളുടെ ഉള്ളിൽ ആമി പ്രവർത്തിച്ച് ഞങ്ങൾ ആ വചനത്തിൽ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന മശിഹായി വന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ മശിഹായി സമീപിച്ചു. ഞങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകണം, ഞങ്ങൾ കരുണ തോന്നണമെന്ന് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മശിഹായി ഞങ്ങളെ തൊട്ടപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങളുടെ കണ്ണു തുറന്നു, ഞങ്ങളെല്ലാം കാണുന്നവരായി മാറിയെന്ന് അവർ ജനത്തോട് വിളിച്ചു പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ വിളിച്ചു പറയണം. പ്രൈസ്. അതുകൊണ്ട് എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരങ്ങളും വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്താൻ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുതെന്ന് 103-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുന്ന പോലെ ഈ രണ്ട് കുരുടന്മാർക്കും ഈ 103-ാം സങ്കീർത്തനം 1-ാം വാക്യം വളരെ പ്രയോജനമായി മാറി. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകാതെ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവൂരി ഈ രണ്ട് കുരുടന്മാരെ കുറിച്ചുള്ള സാക്ഷ്യം ലോകമെമ്പാടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിച്ചതാണ്. അത് നിന്റെ വിശ്വാസമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല എന്നുള്ളതാണ്. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഹെരോദാവിനെ ഭയന്ന് മറിയയും യോസേഫും കുഞ്ഞായ യേശുവിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. മുന്നും പിന്നും അറിയാതെ ആ ദേശമായ ഈജിപ്തിൽ എങ്ങോട്ട് പോകണം, എവിടെ വസിക്കും, ആരാണ് കുഞ്ഞിന് അഭയം തരുന്നത് എന്നുള്ള പലവിധമായ ചോദ്യങ്ങൾ അവരുടെ ഉള്ളിൽ ഉയർന്നിരിക്കാം. പലവിധമായ ചോദ്യങ്ങൾ ഈ യോസേഫിന്റെ മറിയുടെ ഉള്ളിലുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ആമി സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ മറിയ ഹല്ലേലൂയ ആമി സ്തോത്രം മറിയ പറയുന്നത് ഹല്ലേലൂയ കർത്താവ് എല്ലാത്തെയും നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി സകലവും ചെയ്തു തരും. മറിയുടെ ഉള്ളിൽ വലിയൊരു പ്രശ്നമാണ്, ഒരു വിശ്വാസമാണ്.
അവൾ പറയാണ്, ഞങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയാലും ഞങ്ങൾ എവിടെ പാർക്കും, എവിടെ താമസിക്കും, ആരും ഞങ്ങളെ സഹായിക്കും എന്നൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ ചോദ്യം ഉയർന്നാലും മറിയ പറയാണ്, കർത്താവ് അല്ലേലൂയ ഞങ്ങൾക്ക് വേണ്ടി സകലവും ചെയ്യും, അല്ലേലൂയ കർത്താവ് ഞങ്ങളെ നോക്കിക്കൊള്ളും. അല്ലേലൂയ. നിങ്ങൾക്കതിന് പറയാൻ കഴിയുമോ? നിങ്ങൾ അങ്ങനെ ദൈവശബ്ദം കേൾക്കുമ്പോൾ പറയാൻ കഴിയണം, കർത്താവ് ഞങ്ങളെ നോക്കിക്കൊള്ളും. ഇന്ന് പകൽ മാനസികമായി തകർന്ന് ഭാരപ്പെട്ടിരിക്കുന്ന, വളരെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലേലൂയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കണ്ണുനീരിന്റെ നടിയിലാണോ സഹോദരി? ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത് മറിയയുടെ ഉള്ളിലെ വിശ്വാസം പോലെ നിനക്ക് പറയാൻ കഴിയും, കർത്താവ് ഞങ്ങളെ നോക്കിക്കൊള്ളും, കർത്താവ് ഞങ്ങളെ കരുതും, ഞങ്ങൾക്ക് ആവുല ചിന്തയില്ല എന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസത്തിന്റെ വാക്കുകൾ നീ പ്രഖ്യാപിക്കുക. ഒരുപക്ഷെ നീ ഒരു ഭവനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി, നിന്റെ മക്കളുടെ വിവാഹത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, കടക്കിണി മാറാൻ വേണ്ടിയിട്ട്, അല്ലേലൂയ രോഗം മാറാൻ വേണ്ടി, അല്ലേലൂയ സ്തോത്രം, നീ വിവിധമായ വിഷയങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ അത് ചെയ്തു തരുവാൻ, അതിന് മറുപടി നൽകാൻ യേശുവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ കരം പിടിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തോട് ചോദിക്കുക, അവൻ നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. അല്ലേലൂയ. പല വഴികളും വാതിലുകളും മുമ്പിൽ അടഞ്ഞു കിടക്കുകയാണ്. പല വാതിലുകളും നിന്റെ മുമ്പിൽ അടഞ്ഞു. ആമീൻ. എല്ലാ വാതിലും നിന്റെ മുമ്പിൽ കൊട്ടി അടയ്ക്കുമ്പോൾ, സകല ജനവും നിന്നെ കാണുമ്പോൾ മാറി പോകുമ്പോൾ, നിന്നെ കാണുമ്പോൾ തലകുടിച്ച് മാറുമ്പോൾ, നിന്നോട് സംസാരിക്കാൻ പോലും ആരും തയ്യാറാകാതെ വരുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങൾ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവേ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ മാനുഷികമായി മുഖം നോക്കാതെ, മാനുഷികമായി നീ ചിന്തിക്കാതെ, നീ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തിയാട്ട് അവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. മറിയയ്ക്കൊരു വിശ്വാസം, കർത്താവ് ഞങ്ങളെ നോക്കിക്കൊള്ളും. അത് എന്നെ കേൾക്കുന്നവരെയും വിശ്വാസത്തിന് മൂലം കർത്താവ് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കഴിയണം. വിശ്വാസത്തിലൂടെ മാത്രമേ കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ 28-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. വിശ്വസിക്കുന്നവൻ ഓടിപ്പോയില്ലെന്ന് യെശയ്യാ പ്രവാചകൻ പറയുക. ഹല്ലേലൂയ. അപ്പൊ അവിടൊക്കെ ദൈവവചനം പറയുന്നത് നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ എത്ര വലുതാ ചിന്തിക്കണം. ഇവിടെ അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനം വിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. ഹല്ലേലൂയ. ആ വിശ്വാസം ഓടിപ്പോകരുത്. നീ കർത്താവിനെ വിശ്വസിച്ച് നീ എങ്ങും ഓടിപ്പോകേണ്ട കാര്യമില്ല. അവൻ നിന്റെ വിഷയങ്ങൾ നടത്തി തരും. ഈ വചനത്തെ ചരിത്രമാണ് യെരുശലേമിലെ അധിപതികൾക്കൊരു താക്കീതായിട്ടാണ് ഈ വചനം പറയുന്നത്. എഫ്രൈമിന്റെ നാശം യെരുശലേം നിവാസികൾക്ക് ഒരു മുന്നറിയിപ്പായിരുന്നു. അല്ലേലൂയ. അശൂരിനെതിരെ മത്സരിക്കാൻ മിസ്രൈമിരായ അല്ലേലൂയ യഹൂദ മിസ്രൈമിനെ മത്സരിക്കാൻ, അല്ലേലൂയ അവിടെ മിസ്രൈമുമായി മത്സരിക്കുക യഹൂദ, അല്ലേലൂയ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നു. എന്നാൽ തനിക്കെതിരായ ഒരു മത്സരമായിട്ടാണ് ദൈവം അതിനെ വീക്ഷിച്ചത്. അല്ലേലൂയ. പെരുവെള്ളത്തെ തടഞ്ഞു നിർത്തുവാൻ, അല്ലേലൂയ താൽക്കാലികമായൊരു തടയണ ഉണ്ടാക്കുന്നത് പോലെ, അല്ലേലൂയ മാത്രമേ അതിനൊരു പ്രശസ്തിയുള്ളൂ. അല്ലേലൂയ. വെള്ളം തടഞ്ഞു നിർത്തുവാൻ വേണ്ടി താൽക്കാലികമായി തടയണ ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ വെള്ളം കൂടി തടയണ പൊട്ടിപ്പോകുന്ന പോലെ മനുഷ്യന്റെ വിശ്വാസമൊക്കെ അങ്ങനെ തന്നെയാകട്ടെ. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വിശ്വാസം ഈ തടയണ പൊട്ടിപ്പോകുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസം പൊട്ടി നിങ്ങൾ ചോർന്നു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ഫ്രീസറോ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ഓടിപ്പോകാതെ, പതറിപ്പോകാതെ, തളർന്നു പോകാതെ ആ വിഷയത്തിന്റെ നടുവിൽ നീ ഉറപ്പോടെ നിൽക്കുന്നെങ്കിൽ രക്തം ചെയ്യും കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തൊരു ദൈവം, ഹല്ലേലൂയ, മരിച്ചുപോയ ലാസറിനെ ജീവനോട് എഴുന്നേൽപ്പിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും നിന്നെ മാനിച്ചുയർത്തുവാൻ യേശുവിന് കഴിയും. നിന്റെ ഏത് പ്രശ്നങ്ങളെ പരിഹരിച്ചു നൽകുവാൻ യേശുവിന് കഴിയും. നീ കടന്നു പോകുന്ന സങ്കടങ്ങളെ നടുവിൽ ദൈവം നിന്നെ മാനിക്കും കേട്ടോ. നിന്റെ തകർച്ചയിൽ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുക. നീ എവിടെയാണ് വീട് കിടക്കുന്നത്, എവിടെയാണ് പതറിപ്പോയത്, എവിടെയാണ് നിന്റെ വിശ്വാസം ചോർന്നു പോയത്? ഇന്ന് പകൽ നീ ശോധന ചെയ്ത് മടങ്ങി വന്ന് വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല എന്ന ദൈവത്തിന്റെ വചനമുള്ളത് നീ വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് ഉറപ്പോടെ നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. രക്തം ചെയ്യും. ഹല്ലേലൂയ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളെ ദൈവം നിന്റെ ജീവിതത്തിൽ
നൽകുവാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്യും. പ്രൈസറോ, നമ്മൾ ഈ വചനമായിട്ടൊക്കെ വരെ ബന്ധം വേണം. നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഭൂമിയിൽ. മാതാപിതാക്കൾ ബന്ധം, സഹോദര ബന്ധം, ബന്ധുമിത്രാദിൽ ബന്ധം, അയൽവാസി ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, അധികാരികളുമായി ബന്ധങ്ങൾ, ലോകത്തിൻ്റെ ഒരുപാട് ആളുകളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഞാനത് പലപ്പോഴും പലരോടും, എൻ്റെ പാസ്റ്റർ എനിക്ക് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് ഒരുപാട് ആളുകളുമായി പിടിപാടുണ്ട്, എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം, ഞങ്ങളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, ഭയങ്കര സുഹൃത്തുക്കളാണ്, ഞാൻ ഓടിച്ച് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നത്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ലോകത്തിൽ ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും അല്ലേറിയ നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി തരാൻ അവർക്ക് കഴിയില്ല. അല്ലേറിയ നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് യേശുക്രിസ്തുവായിട്ടൊരു ബന്ധമില്ല. പ്രൈസറോ, നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ആവശ്യം യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധമാണ്. ഈ കുരുടന്മാർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കുരുടന്മാർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അവർ ഉറ്റവരും ഉടയവരുമുണ്ട്, അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ അവരുടെ ചുറ്റിലുണ്ട്. അവരുടെ സ്വാഭാവികമായി കണ്ടുകൊണ്ട് കാണത്തില്ലെങ്കിലും അവരുടെയൊക്കെ ശബ്ദം ശ്രവിക്കുന്നവരാണ് ഈ കുരുടന്മാർ. പക്ഷേ അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടെങ്കിൽ ഈ കുരുടന്മാരുടെ ബന്ധം എന്താ? യേശുവിനെ കുറിച്ചാണ്. കാരണം പ്രവാചകൻ മശിഹ വരുമ്പോൾ കുരുടന്റെ കണ്ടു തുറക്കുമെന്ന് പറഞ്ഞ പ്രവചന ശബ്ദം അലുലിയ ഈ കുരുടന്മാരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും കൂടുതൽ ബന്ധം പുതുക്കിയ ആരുമായിട്ടാണ്? യേശുവിനോടാണ്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ബന്ധം ആരുമായിട്ടാണ്? സ്തോത്രം. നിന്റെ ഏറ്റവും അടുത്ത ബന്ധം നീ യേശുവിനോട് കൂടെ ആയിരിക്കട്ടെ. ലോകത്തുള്ള ബന്ധങ്ങളൊക്കെ താൽക്കാലികമാണെന്ന്. ഈ ഭൂമിയിൽ മനുഷ്യരായ ഇതിന് മാതാപിതാക്കളുള്ള ബന്ധങ്ങൾ പോലും താൽക്കാലികമാണ്. അവരൊക്കെ ഒരു പരിധി വരെ ഈ ഭൂമിയിലുള്ളൂ. അത് കഴിയുമ്പോൾ അവരൊക്കെ ഈ ഭൂമി മരിച്ച് മണ്ണിനോട് ചേർക്കപ്പെടും. എന്നാൽ ഒരിക്കലും മരിച്ച് മണ്ണിനോട് ചേർക്കപ്പെടാതെ മൂന്നാം നാൾ അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി 40 നാളുകൾ അല്ലേറിയ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ എന്നിൽ വിശ്വസികളെ ചേർക്കാൻ മധ്യാകാശത്ത് വരുമെന്ന് പറഞ്ഞ് യേശുക്രിസ്തു മരിച്ച് മണ്ണിനോട് ചേർന്നവനല്ല, മണ്ണിനെ ജയിച്ചവനാ. അല്ലേലിയ. ലോകത്തെ ജയിച്ചവനാ, പാതാളത്തെ ജയിച്ചവനാ, സാത്താനെ ജയിച്ചവനാ, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനാ. യേശു പറയാണ്, ലോകത്തോടല്ല നീ ബന്ധം പുതുക്കേണ്ടത്, ലോകത്തോടല്ല നീ ചേർന്നിരിക്കേണ്ടത്, ലോകത്തോടല്ല നീ ചേർന്ന് നടക്കേണ്ടത്. നിന്റെ സകല പ്രശ്നങ്ങളും ചെയ്തു തരുവാൻ ഞാൻ ശക്തനാ. അതുകൊണ്ട് അല്ലേലിയ, നിങ്ങൾ യേശുവിനോട് ബന്ധം പുതുക്കണം. ഈശ്വരോ, അല്ലേലിയ. നിങ്ങൾക്ക് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ബന്ധം കാണും. എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമുണ്ടോ? അല്ലേലിയ. അവരെല്ലാം കാലിൽ പൊടി തട്ടി അല്ലെങ്കിൽ അവരങ്ങ് പോകുന്നത്. കാര്യം കാണാൻ നിന്നെ അവരുപയോഗിക്കും. കാര്യം കണ്ടു കഴിയുമ്പോൾ നിന്നെ കരിയേപ്പർ പോലെ തള്ളിക്കളയും. പ്രൈസറോ. കാര്യം കാണാൻ മാത്രമേ രാഷ്ട്രീയക്കാരത്തിൻ്റെ ആവശ്യമുള്ളൂ. മതങ്ങൾക്ക് കാര്യം കാണാനതിന് ആവശ്യമുള്ളൂ. നിന്റെ അപകട സമയത്ത് ആരും കാണത്തില്ല. പ്രൈസറോ. അതുകൊണ്ട് വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത്. അപ്പം മറിയ ചിന്തിക്കുക, ഞാൻ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മിസ്രൈമിലേക്ക് പോയാൽ ആര് ഞങ്ങളെ നോക്കും? ആര് ഞങ്ങളെ സംരക്ഷിക്കും? എവിടെ ഞങ്ങൾ അഭയം പ്രാപിക്കും? ഒരുപക്ഷെ മറിയ യോസേഫിനോട് ചോദിച്ചു കാണും, അച്ചായ, നമ്മൾ ഈ കുഞ്ഞിനെ കണ്ട് എന്ത് ചെയ്യും? മിസ്രൈമിലേക്ക് പോകാനാണല്ലോ കർത്താവ് പറഞ്ഞത്. അവിടെ ചെന്ന് നമ്മൾ എവിടെ കിടക്കും? അല്ലയോ? അങ്ങനെ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് കാണും. അല്ലേറിയ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ മറിയയുടെയും ജോസഫിന്റെ ഹൃദയത്തിന് ഈ വചനം വന്നു കാണും. അല്ലേറിയ. വിശ്വസിക്കുന്നവർ ഓടിപ്പോകയില്ല എന്നുള്ള പ്രവചന ശബ്ദം ഒരുപക്ഷെ മറിയയുടെയും ജോസഫിന്റെയും കാതുകളിൽ യേശു കർത്താവ് കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലേറിയ. ദൈവം ആ ദൈവശബ്ദ കാതുകൾ കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അവർക്ക് കുഞ്ഞിനെയും കണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോകാൻ യാതൊരു മടിയുമില്ലായിരുന്നു. ഫ്രൈസരോ. ഇന്ന് പകൽ വിശ്വസിക്കുന്നെങ്കിൽ നീ എങ്ങും ഓടിപ്പോകേണ്ടി വരത്തില്ല. നീ വിശ്വസിക്കുന്ന നിന്റെ പ്രശ്നത്തെ കർത്താവ് പരിഹാരം തരും. രക്തം ചെയ്യും. ഫ്രൈസരോ. നിങ്ങൾ വിശ്വസിക്കണം. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുകയാണ്. വിശ്വസിച്ച മറിയ തന്റെ ജീവിതത്തിൽ പതറിയതായോ കുഴപ്പം അല്ലയ്യ ആമേലിയ അടഞ്ഞവളായോ കലക്കം നിറഞ്ഞവളായോ എവിടെയും കാണുന്നില്ല. മറിയ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ പതറിപ്പോയെന്നും കാണാനില്ല. അവൾ കുഴഞ്ഞു പോയോ എന്നും കാണാനില്ല. മാത്രമല്ല, അവളുടെ വഴികളെല്ലാം അടഞ്ഞു പോയോ എന്ന അല്ലയ്യ ഒരു സങ്കടം. അവളുടെ ഹൃദയത്തിനകത്ത് കലക്കവും വന്നില്ല. അവൾ യേശുവിനെ വിശ്വസിക്കുക. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലയ്യ, ഗെത്സമന തോട്ടത്തിൽ യേശുവിനെ പിടിച്ചപ്പോഴും ക്രൂശിൽ തറയ്ക്കുവാനായി കൊണ്ടുപോകുമ്പോഴും ക്രൂശിൽ തറച്ച സമയത്തിൽ പോലും മറിയ പതറുകയോ ഭയപ്പെടുകയോ ഭ്രമിക്കുകയോ ചെയ്തില്ല. അവിടെ നമ്മൾ ചിന്തിക്കണം, ഈ മറിയയുടെ ധൈര്യം നിങ്ങൾ ചിന്തിക്കണം.
ആമ യേശു ക്രിസ്തുവിനെ ഗത്സമന തോട്ടത്തിൽ വെച്ച് പിടിക്കുന്നു. ഹല്ലേലൂയ. ഗത്സമന തോട്ടത്തിൽ വെച്ച് പിടിച്ച് അവരെ ക്രൂശിൽ തറയ്ക്കുവാനായി കൊണ്ടുപോവുകയാണ്. അതിന് ഈ ക്രൂശിൽ തറയ്ക്കുന്നത് യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയയുടെ കൺമുമ്പിലാണ്. യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിൽ തറയ്ക്കുന്ന, മുൾക്കിരീടം വടിക്കുന്നതും ഗോൽഗോത്തയിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന മറിയയുടെ മുമ്പിലാണ്. അങ്ങനെ ആമ സ്വന്തം മകനായിരിക്കുന്ന യേശുവിന് ഇങ്ങനെ ഒരനുഭവം കടന്നു വന്നിട്ടും മറിയയുടെ ജീവിതത്തിൽ ഒരിക്കലും പതറിപ്പോകാതെ, ഭയപ്പെട്ടു ഭ്രമിച്ചു പോകാതെ അവൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഹല്ലേലൂയ. കാരണമുണ്ട്. എന്തുവാണ് കാരണം? മറിയ എത്ര ഉറപ്പോടെ ഗെത്സമനയിലും ഗോൽഗോത്തിൽ നിൽക്കാൻ കാരണം എന്താ? യേശു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ. ഈ മന്ദിരം നിങ്ങൾ പൊളിച്ചാൽ 3 ദിവസം കൊണ്ട് ഞാൻ പണിയും. ഹല്ലേലൂയ. ഞാൻ ഭൂമിയിൽ മഹാപുരോഹിതന്മാർ, മൂപ്പന്മാരെ കഷ്ടം അനുഭവിക്കുകയും മരിച്ച് കല്ലറയിൽ അടക്കപ്പെടുകയും ഞാൻ 3-ാം നാൾ അതിശക്തിയോട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നുള്ള ദൈവശബ്ദം, യേശുവിന്റെ ശബ്ദം മറിയയുടെ കാതുകളിൽ മുഴങ്ങിയത് കൊണ്ട് അവൾ വിശ്വസിച്ചുകൊണ്ട് കല്ലറയ്ക്കൽ നിന്ന് അവൾ ഓടിപ്പോയില്ല. രക്തം ചെയ്യും. ഫ്രൈസറോ ഹല്ലേലൂയ. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് എല്ലാവരും ഓടിപ്പോയി. പക്ഷെ യേശുവിന്റെ അമ്മ മറിയും ഹല്ലേലൂയ ആമയൊക്കെ അവിടെ നിന്നു. കാരണം സ്വന്തം മാതാവിന് ഓടാൻ പറ്റത്തില്ലല്ലോ. ഫ്രൈസറോ ഹല്ലേലൂയ. അപ്പൊ എന്താണ് ഹല്ലേലൂയ? ആമ മറിയയുടെ ജീവിതത്തിൽ ഈ വിശ്വാസം എന്ത് ചെയ്തു? ഒരു വലിയ വിത്തായിട്ട് അങ്ങ് വിളഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് തീക്കനൽ പോലെ നിന്റെ ജീവിതത്തിൽ എരിഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ്. നിങ്ങൾ അടുപ്പിലൊക്കെ വിറകിട്ട് തീ കത്തിക്കുന്നവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അടുപ്പും തീയൊന്നുമില്ല, ചില വീടുകളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളത് ഇന്ന് പുതിയ സംവിധാനങ്ങൾ, ഗ്യാസും കരണ്ടും ഒക്കെ അല്ലേ. എന്നാൽ അടുപ്പിൽ തീയിട്ട് കത്തിക്കുന്ന ഭവനത്തിൽ ചെന്ന് അവരുടെ അടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആ അടുപ്പിൽ വിറകിന്റെ കനലുകൾ എരിഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയും. എരിഞ്ഞ് നല്ല ചുട്ടുപഴുത്ത് നല്ല ചുമപ്പ് കളറിൽ നിൽക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ വിശ്വാസം കനലുപോലെ എരിഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസലോ. നിങ്ങളുടെ വിശ്വാസം തണുത്തു പോകരുത്, നിന്റെ വിശ്വാസം കരിഞ്ഞു പോകരുത്. അത് എരിഞ്ഞു തന്നെ നിൽക്കണം. മറിയുടെ വിശ്വാസം തൻ്റെ ഉള്ളിൽ തീക്കനലുപോലെ എരിഞ്ഞു നിൽക്കി. അത് കേടാൻ അവൾ സമ്മതിച്ചില്ല. രക്തം ചെയ്യും. അപ്പം യേശു ക്രിസ്തുവിനോട് ചേർന്ന് നീ നടക്കുന്നവളാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. പ്രൈസലോ. എന്നോട് സഹോദരി പറഞ്ഞ് എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പാസ്റ്ററെ, ഞങ്ങൾ കല്യാണം കഴിച്ച കാലഘട്ടത്തിൽ വളരെ സന്തോഷമായിരുന്നു, വളരെ സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് എന്നോട് എന്തൊക്കെയോ പ്രതികാരം, മനസ്സിൽ എന്നോട് വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനെൻ്റെ കാര്യാദികളെയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ, മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എപ്പോഴും വാശിയും വൈരാഗ്യമായി മാറി. ഞാൻ ആ സഹോദരി പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം കരിഞ്ഞു പോകാതെ, നിങ്ങളുടെ വിശ്വാസം എരിഞ്ഞിറങ്ങാതെ, നിങ്ങളുടെ വിശ്വാസം കനലുപോലെ കത്തി നിൽക്കുന്നെങ്കിൽ നിന്റെ ഭർത്താവിനെ നേരായ പാതയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന് കഴിയുമെന്ന് ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു കേട്ടോ. അത് നിന്റെ വിശ്വാസം കനല് പോലെ കത്തി നിൽക്കട്ടെ, തീക്കനല് പോലെ. ഹല്ലേലൂയ. നിന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണോ? അതിന് മോചനം നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ മക്കൾ മയക്കുമരുന്ന് അടിമയാണോ? അതിൽ നീ ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ. നിന്റെ തകർച്ച നീ ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ രോഗിയാണ്, അതിൽ നിന്ന് സൗഖ്യം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നിന്റെ വിശ്വാസം തീക്കനൽ പോലെ എരിഞ്ഞ് ആമൻ കത്തി ചൊരിക്കുന്നെങ്കിൽ, ആമൻ നിന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ദൈവമുണ്ട്. ആ യേശു നിന്നോട് ചോദിക്കുക, ഈ കൊല്ലന്മാരോട് ചോദിച്ചതുപോലെ, ഇതെനിക്ക് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ച പൂവ് കർത്താവ് കുരുടൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നിനക്ക് വിശ്വാസം ഏറ്റുപറയാൻ കഴിയണം. രക്തം ചെയ്യും. വിശ്വാസം ഏറ്റുപറയണേ. നമ്മളെ ഒന്നും കർത്താവ് ഒരിക്കലും കൈവിട്ട് കളയത്തില്ല. നിങ്ങൾ വിശ്വസിക്കും കർത്താവ് നിങ്ങൾ കൈവിട്ട് കളയുന്നു. ഞാൻ ഇപ്പോഴും കർത്താവോട് പ്രാർത്ഥിക്കണം, കർത്താവ് എന്നെ അനാഥനായി വിടരുത്, എന്നെ നിന്ദിത മാത്രമായി വിടരുത്. ഹല്ലേലൂയ. ഞാനൊരു പരിഹാസപാത്രമായി മാറരുത്. ഞാൻ ഇപ്പോഴും എൻ്റെ കർത്താവോട് പ്രാർത്ഥിക്കും കേട്ടോ. അല്ലെങ്കിൽ കാരണം ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, പരിഹാസങ്ങൾ, വെല്ലുവിളികൾ, അനേകരുടെ പിറുപിറുപ്പുകളൊക്കെ എൻ്റെ നേരെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രത്യേകിച്ച് ആർക്കും ഒരു ദോഷം ചെയ്യുന്ന വ്യക്തിയില്ല, ആർക്കും ദോഷം ചെയ്യാനായിട്ടേ പോകത്തില്ല. കാരണം ഞാൻ ഒരുപാട് ദോഷം ചെയ്ത് പ്രവർത്തിച്ച് നടന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയ നാളെ തൊട്ട് ആർക്കും ദോഷം ചെയ്യാതെ ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരൻ, എന്നാൽ എനിക്കെതിരെ ഒരുപാട് തന്ത്രങ്ങൾ മെനയുന്നവരുണ്ട്. ഫ്രൈസറോ. ചില സ്വാർത്ഥതയെ ചിലരുടെ. ഹല്ലേലൂയ. ഫ്രൈസറോ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരെ വിശ്വസിക്കുന്നവരോടി പോകത്തില്ല. ഈ 2 പുരുഷന്മാർ വിശ്വസിച്ചതുപോലെ, മാർത്തയും മറിയും വിശ്വസിച്ചതുപോലെ,
യേശുവിന്റെ അമ്മയായ മറിയ കുഞ്ഞിനെ കണ്ട് മിസ്രൈമിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൾ വിശ്വസിച്ചതുപോലെ, ആമീൻ, ഗെത്സമനയിൽ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് മറിയ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുപോലെ, ഹല്ലേലൂയ, ആമീൻ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ രക്തം ചെയ്യും. നിന്റെ കണ്ണുനീര് മാറ്റി നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം തരാൻ കർത്താവിന് കഴിയും. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിവാന്മാരുടെ കൂടാരങ്ങളിലുണ്ടെന്ന് ഹല്ലേലൂയ 118 സംഗീതം 15 വാക്യം വായിക്കുമ്പോൾ, അതെ, നിന്റെ കൂടെ കുടുംബത്തിന്റെ വിലാപത്തെ മാറ്റി, ദുഃഖത്തെ മാറ്റി, കണ്ണുനീര് മാറ്റി കുടുംബത്തിനകത്ത് ഹല്ലേലൂയ സന്തോഷത്തിന്റെ അനുഭവത്തെ തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. രക്തം ചെയ്യും. ഇന്ന് പകൽ ഈ ദൈവത്തിന് വചനം പറയുമ്പോൾ ചിലരുടെ പരിശുദ്ധാത്മാവ് വിട്ടപ്പെടുന്നത് നിന്റെ കുടുംബത്തിനകത്തെ വിലാപത്തെ ദൈവം മാറ്റാക്കുകയാണ്. ഹല്ലേലൂയ. ആമീൻ. വിദേശത്ത് കഷ്ടം സഹിക്കുന്ന, ആമീൻ, നൊമ്പരപ്പെടുന്ന, ഭാരം അനുഭവിക്കുന്ന, കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന, ചില രോഗത്തിനടിമയായി മാറിയിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ കുരുടന് കാണിച്ചു കൊടുത്ത കർത്താവ് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിയതാണോ? എൻ്റെ കണ്ണിന് തിമിരം വന്ന് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുകയാണോ? എൻ്റെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ടോ? നിന്റെ രോഗം ഇനി സൗഖ്യമാകിയില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ, ആമീൻ, യേശു ഈ കുരന്മാരോട് ചോദിച്ചതുപോലെ ചോദിക്കുക, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് കർത്താവ് നീ കുരുടൻ പറഞ്ഞതുപോലെ നിന്റെ വിഷയത്തെ ദൈവം സൗഖ്യമാക്കുമെന്ന് നീ വിശ്വസിക്കുന്നുവോ സഹോദരി? നീ വിശ്വസിക്കുന്ന സഹോദര, എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ദൈവം നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ, ഹല്ലേലൂയ, അവൾ പല വൈദ്യന്മാരെയും കണ്ടു, പല ഡോക്ടർമാരെയും കണ്ടു കാണും, പലരോടുള്ള സങ്കടങ്ങൾ പറഞ്ഞു കാണും. അവൾക്കുണ്ടായിരുന്നെല്ലാം വിറ്റ് പലർക്കും കൊടുത്ത് അവൾ ചികിത്സിച്ചു. ഒട്ടും ഭേദം വരാതെ, അവൾക്കൊട്ടും ഭേദം വരാതെ അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. ഹല്ലേലൂയ. അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. അവളുടെ മനസ്സിലൊരു തീരുമാനമെടുത്തവൾ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ആമീൻ രക്തസമക്കാരി സ്ത്രീ വിശ്വസിച്ചവൾ വലിയ പുരുഷാരത്തിനിടയിലൂടെ ഈ രക്തസമക്കാരി ചെന്ന് യേശുവിന്റെ വസ്ത്രം തൊട്ടപ്പോൾ, ഹല്ലേലൂയ, യേശുവിന് ശക്തി പുറപ്പെട്ടു. മാത്രമല്ല, അവളുടെ രക്തസമ ബാധ നിന്നുവെന്ന് മർക്കോസ് സുവിശേഷം 5:25 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അതേ വിശ്വാസത്താൽ രക്തസ്രാവക്കാരി യേശുവിനെ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചതുപോലെ, യേശുവിന് ശക്തി പുറപ്പെട്ടതുപോലെ, ഇന്ന് പകൽ നീ ഏത് രോഗത്തിനടിമയാണോ ആ രോഗത്തെ ദൈവം നീക്കി നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിങ്ങനെ കരമടിച്ച് ദൈവത്തിൽ സ്തുതിച്ചാട്ട് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം കേട്ടോ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 27, 28, 29 വാക്യങ്ങളൊക്കെ അങ്ങോട്ട് വായിക്കണം. ഹല്ലേലൂയ. ആ 30 വരെയുള്ള വാക്യങ്ങൾ, ആ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. സ്തോത്രം പറ. വചനം വായിച്ചിട്ടെങ്കിലും നീ സ്തോത്രം പറ. ഇപ്പൊ നിങ്ങൾക്ക് വചനമായിട്ടൊരു ബന്ധം വേണം, യേശുവായിട്ടൊരു ബന്ധം വേണം. ലോകത്തിൽ നിന്നുള്ള ബന്ധം നിങ്ങൾ നീക്കണം. ലോകത്തിൽ നിന്നുള്ള ലോകക്കാരുള്ള ബന്ധം മാറ്റണം. നിങ്ങളുടെ ഏറ്റവും ഒരു ബന്ധം ലോകമായിട്ട് ബന്ധം കൂടുവാൻ, ലോകമായിട്ട് ബന്ധം പുലർത്താൻ വേണ്ടി സകലത് നിന്റെ കയ്യിൽ തന്നെയുണ്ട്. നിന്റെ വിരൽത്തുമ്പിൽ ഉണ്ട് എല്ലാവരുടെ ബന്ധം പുതുക്കുവാൻ. പക്ഷേ നിന്റെ വീട്ടിൽ അടച്ചു വെച്ചിരിക്കുന്ന ബൈബിളുണ്ടല്ലോ, നിന്റെ ബാഗിനകത്ത് നീ മടക്കി വെച്ചിരിക്കുന്ന ബൈബിളുണ്ടല്ലോ, ഞായറാഴ്ച എടുത്ത് നോക്കൊരു ബൈബിളില്ലേ, അത് ദിനംതോറും എടുത്ത് നീ വായിച്ച് നീ ക്രിസ്തുവായിട്ട് ബന്ധം പുതുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. തകർന്ന കുടുംബത്തെ ദൈവം പണിയുന്നേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കണ്ടു. ഹല്ലേലൂയ. ആമീൻ. ഒന്നുമില്ലായ്മ സകലത്തിൽ സൃഷ്ടിച്ച ദൈവം. അറിയാം, നമ്മുടെ ഭൂമിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ട്, ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി ഭൂരഹിതമായും എന്ന് പറഞ്ഞാൽ ഭൂമി പാഴ്ശൂന്യമായിരുന്നു. ഇരുന്നു, അല്ലെങ്കിൽ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്, ആ 3-ാം വാക്യം, ഉൽപ്പത്തി 1:3, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. ഹല്ലേലൂയ. വെളിച്ചമുണ്ടായി. അതെ, ശൂന്യമായിരുന്ന ഭൂരഹിതമായിരുന്ന ഭൂമിയെ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായതുപോലെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഇരുൾ മാറ്റിയിട്ട് വെളിച്ചത്തെ നൽകുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ വെളിച്ചം നീ ആഗ്രഹിക്കുന്നില്ലേ? എത്ര കാലമായി നീ ഇരുളിനകത്ത് കിടക്കുന്നു? എത്ര കാലമായി കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട്? എത്ര കാലമായി നീ സങ്കടപ്പെട്ട്, എല്ലാവരും ഒറ്റപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, എല്ലാവരും പിറുപിറുപ്പിന് മുമ്പിലല്ലേ നീ നിൽക്കുന്നത്? ഹല്ലേലൂയ. സ്തോത്രം.
എന്നെ കേൾക്കുന്നവർ നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ പലരുടെ നിന്ദകൾ ഏൽക്കേണ്ടി വരും. പ്രൈസറോ, ഞാനൊക്കെ ഒരുപാട് അനുഭവസ്ഥരാണ് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ എൻ്റെ ചർച്ചിലെ ചില വിശ്വാസികളുടെ വീട്ടിൽ ചില ദൈവദാസന്മാർ പറയാതിരിക്കാൻ പറ്റില്ല, അവർ നിരന്തരം കയറി ഇറങ്ങുക. എന്നിട്ട് അവരെന്ത് ചെയ്യും, നിരന്തരം പറയും, നിങ്ങൾ എന്തിനാണ് ഇവിടെ പോകുന്നത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ അടുപ്പിൻ്റെ കുട്ടികളുടെ സഭയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ അങ്ങ് നിരന്തരം ശല്യമാണ്. ഹല്ലേലൂയ. നിങ്ങളൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്തു? അവരങ്ങ് ശല്യം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്ത് അവരുടെ കൃപ പെരുകാൻ വേണ്ടി. എങ്ങനെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ കയറി, ഒരു വിശ്വാസിയുടെ മറ്റൊരു സമയ വിശ്വാസിയുടെ വീട്ടിൽ കയറി നടക്കുന്ന ദൈവദാസന്മാർ വീട് ദൂരം കയറി ഇറങ്ങി നോട പറയുന്ന ഏഷനെ പറയുന്ന ദൈവദാസന്മാരെ നമ്മൾ മാറ്റാൻ നിൽക്കണ്ട. അവർക്കുള്ള അവസരം കൊടുത്തേരെ, അവരുടെ കൃപ പെരുകട്ടെ. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ അങ്ങ് ആശ്വസിക്കും കേട്ടോ. ഹല്ലേലൂയ. കാരണം നമ്മളെക്കുറിച്ച് ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്താലും ചില ആളുകൾ വിമർശിക്കുന്നവരുണ്ട്. നീ എന്ത് ചെയ്താലും വിമർശിക്കുന്നവർ കാണും. അതൊന്നും നീ ഭാരപ്പെടണ്ട. കുരുടന്റെ ഉള്ളിലെ വിശ്വാസം പോലെ നിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം വായിക്കുമ്പോൾ കാണുന്നത്. റോമാലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവരായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. ഹല്ലേലൂയ. അപ്പം മരിച്ചതിനെ ഹല്ലേലൂയ ജീവിപ്പിക്കുകയും ഹല്ലേലൂയ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ചില പ്രാർത്ഥന വിഷയങ്ങൾ മരിച്ച അനുഭവമായിരിക്കാം. ഈ ചില വിഷയങ്ങൾക്ക് മരിച്ച മനുഷ്യர்களுടെ എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ മരിച്ച അനുഭവം പോലെ ആയിരിക്കാം. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ കർത്താവിനെ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഹല്ലേലൂയ സ്തോത്രം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കണം. പ്രൈസലോ. നമ്മുടെ വിശ്വാസം കടുകും മണിയോളം അല്ലേ എന്ന കർത്താവ് പറയുന്നത്. കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മണിയോട് ചാടി കടലിൽ പോകാം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കുന്നല്ലേ. ഹല്ലേലൂയ. നമുക്ക് വിശ്വാസമാണ് ഏറ്റവും വലുത്. നിന്റെ വിശ്വാസത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുക, എനിക്കിത് ചെയ്യുവാൻ കഴിയുമെന്ന്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു കുരുടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറയുക, ഓ കർത്താവെന്ന്. ഹല്ലേലൂയ. കാരണം പ്രവചന ശബ്ദം കാതുകളിൽ കിടക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, യെശയ്യാ പ്രവാചകൻ പറഞ്ഞല്ലോ, ഹല്ലേലൂയ മശിഹ വരുമ്പോൾ ഹല്ലേലൂയ കുരുടന്മാരുടെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞ പ്രവചന ശബ്ദം ഈ 2 കുരുടന്മാരുടെ ഹൃദയത്തിൽ ആ വചനം കേട്ടുകൊണ്ടിരുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തു അത്ഭുതം ചെയ്യുമെന്ന് അവർ വിശ്വസിച്ച ആ വിശ്വാസമാണ് ഈ 2 കുരുടന്മാരുടെ കണ്ണ് തുറക്കാൻ കാരണമായത്. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം കേൾക്കാം. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നമ്മെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മൃദുവായ സ്വരത്തിൽ അല്ലെങ്കിൽ ലോകവും ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ മൃദുവായ സ്വരത്തിൽ ഈ ലോകം ഹല്ലേലൂയ ഒന്നും മടങ്ങി വരണം. ദൈവത്തിന്റെ മൃദുവായ ശബ്ദം കേൾക്കാൻ വേണ്ടി ലോകത്തിലുള്ള ജനങ്ങളൊന്നും മടങ്ങി വരണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ മൃദുവായ സ്വരത്തിൽ ലോകവും ഒരു കാലത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഒന്നുമില്ലാത്തതിൽ നിന്നും അവൻ സകലത്തെ സൃഷ്ടിച്ചു, ഇരുളിൽ നിന്നും വെളിച്ചത്തെ ഉണ്ടാക്കി. നിന്റെ ഇല്ലായ്മ നിറവേറ്റി തരുന്നതിനായി യേശു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഒന്നുമില്ലാതിരുന്ന ഈ ലോകത്തിൽ, ഇരുൾ മൂടിക്കിടന്ന ലോകത്തിൽ ദൈവം എല്ലാത്തിനും സൃഷ്ടിച്ചില്ലേ? അതെ, നിന്റെ ജീവിതത്തിന്റെ ഇരുളിനെ മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ ആ ഇരുള മാറ്റി വെളിച്ചം പകരാൻ ദൈവം ആഗ്രഹിക്കുക. മാത്രമല്ല സ്തോത്രം, നിന്റെ കുറവുകളെല്ലാം മാറ്റുവാൻ, നിന്റെ കുറവുകളെല്ലാം മാറ്റി തേജസ്സിൻ്റെ ഐശ്വര്യത്താൽ നിന്നെ നിറയ്ക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ എല്ലാ കുറവുകളെ നീക്കിയിട്ട് തേജസ്സിനാൽ നിറയപ്പെട്ട ഐശ്വര്യത്താൽ നിന്റെ കുടുംബത്തെയും
ദൈവം നിറയ്ക്കുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുക, സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതെ, നീ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല സഹോദര, നീ ജീവിതത്തിൽ ഒറ്റയ്ക്കല്ല സഹോദരി. ഒരുപക്ഷെ നിനക്ക് പലപ്പോഴും ചിന്ത വന്നിട്ടുണ്ട്, മറ്റുള്ളവരെ പോലെ കഴിവില്ല, പ്രാപ്തിയില്ല, വിദ്യാഭ്യാസമില്ല, സാമ്പത്തികമില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ എല്ലാവർക്കും നിന്ദിക്കപ്പെട്ടവനാ, തള്ളപ്പെട്ടവൻ, ഞാൻ അനാഥനാണ് എന്നൊക്കെ ഓർത്ത് നീ കരഞ്ഞു വിലപിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ആമേൻ, സ്തോത്രം, നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്റെ കുറവുകളെല്ലാം മാറ്റി തേജസ്സാൽ നിറയപ്പെട്ട ചില ഐശ്വര്യത്തെ ദൈവം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ നീ വായു തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നോടൊപ്പം പ്രാർത്ഥിക്കാം. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27-28 വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അത് ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? സഹോദരി, സഹോദര, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യുവതയൊക്കെ കർത്താവ് ചോദിക്കുക, നിന്റെ കഷ്ടതയിൽ, നിന്റെ പ്രയാസത്തിൽ ആ വിഷയത്തിന് മറുപടി തരുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? യേശുവിനെ കുരുടൻ പറഞ്ഞ പോലെ നീ പറഞ്ഞാൽ നിനക്കൊരു വിടുതല. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആപാലം പ്രത്യഞ്ജനങ്ങൾ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടി തൊട്ട് കൊട്ടാരത്ത് വരെയുള്ള ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനങ്ങൾക്കായി ശൈശവത്തിലും ബാല്യ കൗമാരി യുവനത്തിലും വാർത്തകത്തിലും അനുവൃത്തിയുടെ സമയാച്ച് ഓപ്പണച്ചോട്ട തടപറയിലായിരിക്കുന്ന സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, കണ്ണുനീരും വേദനയും കർത്താവേ, അതുപോലെ തന്നെ മാരകമായ രോഗത്താൽ, കടക്കണിയാൽ, സാമ്പത്തിക ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വിവിധ കഷ്ടങ്ങൾ, ഭവനമില്ലാതെ, സ്ഥലം കർത്താവേ, ഒരിക്കലും ഭൂമിയില്ലാതെ, കടക്കണിയാൽ ആമേ മക്കളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടും. ഭർത്താവിന്റെ മദ്യപാനം, മക്കളുടെ മദ്യപാനം, ലഹരി ഉപയോഗങ്ങൾ, വഴിവിട്ട കുടുംബ ജീവിതങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വിഷയങ്ങൾ, ഹല്ലേലൂയ, കുടുംബം തകർന്ന് ചിന്ന ഭിന്നമായി തകർന്ന് കർത്താവേ ധാമി പോകുന്ന ചില ജീവിതങ്ങളെ, അതുപോലെ ചെമ്മനവയുള്ള കുടുംബമടക്കമുള്ള വിവിധ രോഗബന്ധനങ്ങൾ ഭാരപ്പെടുന്ന സകല ജനത്തെ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഉടനെ കാഴ്ച കൊടുത്ത കർത്താവ് ഈ ജനത്തിന് സൗഖ്യം കൊടുക്കണം, ആശ്വാസം കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ സാഹചര്യം എത്ര വലുതായിരുന്നാലും അതിന്റെ നടുവിൽ ആശ്വാസത്തിന്റെ വഴി നീട്ടുവാൻ, അവർക്കൊരു ആശ്വാസം കൊടുക്കുക, സൗഖ്യം കൊടുക്കുവാൻ ഇന്നുപോലെ ജനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാരെ, കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളെ ദൈവമക്കൾ, ദൈവദാസന്മാർക്കായി, ദൈവസഭയ്ക്കായി, ക്രൈസ്തവ സമൂഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജാതി മത വർഗം എല്ലാ ജനത്തെ ഓർക്കുകയാണ്. ജനമെല്ലാം കടന്നു വന്ന് കർത്താവിൽ വിശ്വസിക്കട്ടെ. വിശ്വസിക്കുന്നത് ഓടിപ്പോകയില്ല എന്നുള്ള വചനം പറയുന്നത് പോലെ കർത്താവ് ഈ പഴശൂന്യമായ ഭൂമിയെ എല്ലാം കൊണ്ട് നിറച്ച ദൈവം ഈ ജനത്തിന്റെ ഭവനത്തിന്റെ പഴശൂന്യമായ അനുഭവത്തെ മാറ്റി ഒരു പുതിയ അനുഭവം കുടുംബത്തിന്റെ അകത്ത്, ജീവിതത്തിൽ, ഹൃദയത്തിൽ വെളിച്ചം വീശി എല്ലാം കർത്താവ് ഈ സമൃദ്ധിയായി നിറച്ച് അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.